ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പഴയ പാത്രങ്ങളൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടിഫിൻ കാരിയറാണ്. അപ്പോൾ ഇത് സൈഡൊക്കെ പൊട്ടിയിട്ടുള്ളൊരു ടിഫിൻ കാരിയറാണ്. അപ്പോൾ ഫസ്റ്റ് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ അലൂമിനിയം പാത്രം, പിന്നെ ഈ ഒരു ടിഫിൻ കാരിയറിൻ്റെ ആ ഒരു ഹാൻഡിലില്ലാത്ത ഒരു പാത്രം കൂടിയിട്ടാണ്. ഇനി ഈ ഒരു ഹാൻഡിലുള്ള പാത്രം നമ്മൾ സെപ്പറേറ്റ് DIY ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പാത്രവും പൊട്ടിയതായിട്ടുള്ള പാത്രങ്ങളും പിന്നെ അതുപോലെ കപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു DIY ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഈ ഒരു എംസീലിൻ്റെ പാക്കാണ്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടിഫിൻ കാരിയറിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമ്മളിതൊന്ന് റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലായിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അലൂമിനിയം പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 hour കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ഡെക്കർ പീസായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇത് വേറൊരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നും കൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ഇത് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ ഒരു സ്റ്റാൻഡൊക്കെ ഉള്ളൊരു നല്ലൊരു പാത്രത്തിൽ ഫ്രൂട്ട്സൊക്കെ വെച്ച പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമുക്കത് ഫങ്ഷണലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കപ്പാണ് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാൻഡിൽ മാത്രമാണ് പൊട്ടിയിട്ടുള്ളത്. ബാക്കി പാർട്സൊക്കെ നല്ല ഗുഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി യൂസ് ചെയ്യുന്നത് മോൾഡിംഗ് ക്ലേ ആണ്. അപ്പോൾ മോൾഡിംഗ് ക്ലേ വെച്ചിട്ട് നമുക്കിതൊന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാം. നമ്മളെടുത്തിട്ടുള്ള കപ്പ് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലേ ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഷെയ്ഡ്സ് ബ്രൗണ്, മെറ്റാലിക്, പിന്നെ ഒരു ബൈൻഡറും കൂടിയിട്ടാണ്. ആദ്യം തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ കപ്പിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം കുറച്ച് ഭാഗത്തേക്ക് മാത്രമായിട്ടൊന്ന് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മോൾഡിംഗ് ക്ലേ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഷേപ്സൊക്കെ ഈ ഒരു കപ്പ് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ഈ ഓരോ ക്ലേയും നന്നായിട്ടൊന്ന് കപ്പിലേക്ക് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ക്ലേ യൂസ് ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ ഈ ഒരു ഗോൾഡ് ഷെയ്ഡ് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റീസൈക്ലിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കപ്പ് ട്രാൻസ്ഫോർമേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 3 രീതിയിൽ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്കിതൊരു പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഐറ്റം നമ്മുടെ കിച്ചണിൽ കട്ട്ലറി ഹോൾഡറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്ററായിട്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്ലാന്ററിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഞാനിതൊരു പ്ലാന്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത് ഈ ഒരു ടിഫിൻ കാരിയറിൻ്റെ ബേസ് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലൊക്കെ യൂസ് ആവുന്ന രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം.
ഈ ഒരു പെയിൻറ്റിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഞാനിത് ഒരു പ്ലാന്ററായിട്ടാണ്, ഹാങ്ങിങ് പ്ലാന്ററായിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഒരു കളർഫുൾ പ്ലാന്ററായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു രീതിയിലും കൂടെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ സാമ്പ്രാണി കാര്യങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ അവരത് എടുക്കാനും തൊടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് അതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാകും. അത് സേഫായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് മെത്തേഡാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്